ബംഗാൾ അസംബ്ലി ഇലക്ഷനിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ഒട്ടേറെ തിരിച്ചടികളാണ് ബംഗാൾ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് നേരിടേണ്ടി വന്നത്. ബി.ജെ.പിയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ എംപിമാരും എം.എൽ.എമാരും ഒക്കെ കൂറുമാറുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും ബംഗാളിൽ കാണുന്നത്. ഇതിൽ നിന്നും രക്ഷ നേടാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് മമതയും ബാക്കിയുള്ള തൃണമൂൽ പ്രവർത്തകരും. ഇപ്പോൾ മമതയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും മുന്നിൽ പലരും വെക്കുന്ന ഒരു ആശയം കോൺഗ്രസിൽ ലയിക്കുക എന്നത് തന്നെയാണ്. ബി.ജെ.പിയുടെ മുന്നേറ്റം തടയാൻ തൃണമൂൽ കോൺഗ്രസിൽ ലയിക്കണമെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് അടക്കം പരസ്യമായി പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ മമതാ ബാനർജി ഇന്നലെ സോണിയാഗാന്ധിയെ കണ്ടത് ഏറെ അഭ്യൂഹങ്ങൾക്കും ഇടയാക്കി. 2021 ശേഷം ആദ്യമായാണ് 10 ജന്മത്തിലെത്തി മമത സോണിയയെ കാണുന്നത്. മമതയുടെ സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്തെന്ന് വ്യക്തമല്ല. ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ മമതയും TMCയും കോൺഗ്രസും ഇതുവരെ തയ്യാറായിട്ടുമില്ല. അതേസമയം തൃണമൂൽ പാർലമെന്ററി പാർട്ടിയിലെ പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള മമതാ ബാനർജിയുടെ ശ്രമം ഫലങ്ങൾ കണ്ടില്ല. കൂടുതൽ എംപിമാർ വിമത പക്ഷത്ത് ചേരുകയാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത യൂസഫ് പഠാൻ അടക്കമുള്ളവർ ഡൽഹിയിലെത്തി വിമതർക്കൊപ്പം ചേരുകയായിരുന്നു. അഭിഷേക് ബാനർജി വിമത എംപിമാരെ വിളിച്ചെങ്കിലും അനുനയ നീക്കം അവർ തള്ളിക്കളഞ്ഞു. ഓപ്പറേഷൻ താമര വിജയിച്ചിട്ടില്ലെന്നാണ് മമതാപക്ഷത്തുള്ള കീർത്തി ആസാദ് ഇപ്പോഴും പറയുന്നത്. TMC ചീഫ് വിപ്പായി വിമത MP കകോലി ഘോഷ് ദസ്തിദാറിനെ അംഗീകരിക്കരുതെന്ന് മമതാ വിഭാഗം സ്പീക്കറോട് ആവശ്യപ്പെടുകയും ചെയ്തു. തൃണമൂൽ കോൺഗ്രസിലെ 20 എംപിമാർ കൂടി എത്തിയാൽ NDA സഖ്യം ലോക്സഭയിൽ 313 ആയി ഉയരും. YSRCP അംഗങ്ങളും സ്വതന്ത്രരും ചേർന്ന് 10 പേർ കൂടി NDA പക്ഷത്ത് നിൽക്കും. DMKയുടെ 22 എംപിമാരിലും BJP നോട്ടമിടുന്നുണ്ട്. അവർ കൂടി ഒപ്പം വന്നാൽ നിർണായക ബില്ലുകൾ പാസാക്കാനുള്ള സംഖ്യ സർക്കാരിനുണ്ടാകും. കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം 1998 മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. ഒരിക്കൽ കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്ന മമത കോൺഗ്രസ് വിട്ടത് അന്ന് വലിയ ചർച്ചയായിരുന്നു. സംസ്ഥാനത്ത് പിന്നീട് കോൺഗ്രസിനേക്കാൾ സ്വാധീനം ചെലുത്തുന്ന നേതാവായി മമതാ ബാനർജി മാറുകയും ചെയ്തു. 2011 ഇടതുമുന്നണി സർക്കാരിന്റെ 3 പതിറ്റാണ്ടുകാലത്തെ തുടർഭരണം അവസാനിപ്പിച്ചത് മമതാ ബാനർജി ആയിരുന്നു. അന്ന് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ 2012 ആ സഖ്യം അവസാനിച്ചു. 2024 ലോക്സഭാ ഇലക്ഷന് മുമ്പാണ് തൃണമൂൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായത്. മമതാ ബാനർജി ഒരുപാട് അരുതാത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് ശരിയാണ്. CPM-നെ തകർക്കാൻ യുവാക്കളെ ചേർത്ത് വലിയൊരു ഗുണ്ടാ സംഘം തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരെ കണ്ടില്ലെന്ന് നടിച്ച് കൂടെ നിർത്തി. അക്രമ സംഭവങ്ങളിൽ അവർക്കുള്ള പങ്കും ചെറുതല്ല. CPM, കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് ബംഗാളിൽ ഓഫീസ് തുറക്കാനോ പുറത്തിറങ്ങി നടക്കാനോ വയ്യാത്തൊരവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ BJP ഇതെല്ലാം കണ്ട് അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അമിത്ഷാ ഒരിക്കൽ പറഞ്ഞത് ബംഗാൾ പിടിച്ചാൽ ഞങ്ങൾ ഇന്ത്യ മൊത്തത്തിൽ പിടിക്കുമെന്നാണ്. ഇപ്പോൾ അത് നടന്നിരിക്കുന്നു. ബംഗാൾ BJP പിടിച്ചിരിക്കുന്നു. ബംഗ്ലാദേശികളെ ഇറക്കിയുള്ള ഭീഷണിയും കയ്യാങ്കളിയും ഒന്നും BJPയുടെ മുന്നിൽ ചെലവാകില്ല. ഇപ്പോൾ ബംഗ്ലാദേശുകാരെ തേടിപ്പിടിച്ച് നാടുകടത്തുകയാണ് സുവേന്ദു അധികാരി. ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന കാര്യം മമതാ ബാനർജിക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. അതിന്റെ ബാക്കിയാണ് സോണിയാഗാന്ധിയെ കാണുന്നതൊക്കെ. ഒറ്റയ്ക്ക് ഇനിയും ബംഗാളിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയില്ല. കോൺഗ്രസിലേക്കുള്ള മടങ്ങിപ്പോക്ക് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും അനുയോജ്യമായ നീക്കം.